ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുറന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ, നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തേന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ഇതാ ഒന്നും കൂടെ ഉണ്ട്. ഇത് കുറച്ച് എണ്ണ പീച്ചി കൊടുത്തു. നല്ലെണ്ണമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. പിന്നെ നമുക്കിതാ ഇങ്ങനെ പിടിയാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് പരത്തി കൊടുക്കുക. അങ്ങനെ തട്ടാതൊക്കെ പരത്തി വലുതാക്കി നല്ലോണം വേവട്ടെ. നമ്മളിതാ നമ്മളെ അരച്ചിട്ട പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇതാ പാത്രം നിറച്ചും പത്തിരിയായി. നമ്മളെ ഫ്രൂട്ട്സാണ് കേട്ടോ. അത് മുന്തിരി, പേരയ്ക്കും കാരയ്ക്കും അത്രേ ഉള്ളൂ. കുറേ ഒന്നും നമ്മളങ്ങനെ കഴിക്കലില്ല, കാരണം നമുക്കത് മതിയല്ലോ. പിന്നെ പിള്ളേരും നോമ്പോറയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ വാങ്ങും. ഇപ്പം നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ വെക്കണേ. വെള്ളം ഇതാ കഴിക്കിയത് വെള്ളം. പിന്നെ മക്കൾ ഗൾഫൊന്നും കൊണ്ടുവന്നപ്പോൾ സാധനം അയച്ചപ്പോൾ ടാങ്ക് ഉണ്ടായിരുന്നു, മാങ്കോൻ്റെ. അത് നേരിയ മധുരത്തിൽ അധികം ഒന്നും ഇടാണ്ട് കലക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിച്ച് നോമ്പ് തുറന്നതിൻ്റെ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കും. പിന്നെ അതെല്ലാം ഇതിൽ ചേർത്താ വിചാരിച്ചിട്ട് പിടിച്ചതാണ്. അങ്ങനെ ഇതട്ടോ എൻ്റെ പത്തിരിയാണിത്. ഞാൻ കഴിക്കാൻ പോവാണ്. ഇതിലേക്ക് ഇതാ കുറച്ച് ചെറുപയറും കറി വെച്ച് കൊടുക്കുകയാണ്. കഴിഞ്ഞിട്ടിതാ മീനൊന്നും എനിക്ക് വേണ്ടായിട്ടാണ് രസം മുളിയാറും കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ് മക്കളെ. വാഴക്കച്ചുള്ളും ക്യാരറ്റും ചെറുപയറും കൂടെ വെച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. മക്കളെ, നമ്മളെ അത്താഴച്ചോറൊക്കെ റെഡി വെച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അത്താഴച്ചോറ് റെഡിയാണ്. അതിലേക്ക് വെക്കുന്ന മുളക് ഇട്ട് ചേർച്ചുണ്ട്. ഇനി അത് പൊരിക്കുകയാണ്. പിന്നെ കറി ഇത് ഞാനൊരു കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് മസാല പോലെ ആക്കിയിട്ട് ആ കറിയും കൂട്ടി തിന്ന്. വേറെ കറിയൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങനെ പൊരിച്ച് കഴിച്ച് ഞാൻ ഇച്ചിരി മുളിയാറുണ്ട് ഇവിടെ, കറിയുണ്ട് ഇവിടെ, ആ കൂട്ടി തിന്നു. ഞാൻ ഭക്ഷണം കഴിക്കില്ല. അത് 2 കോഴിമുട്ടി കാരയ്ക്കും തിന്ന് കിടക്കും. എൻ്റെ മൂപ്പർക്കാണിത്. ഇതാ നമ്മളെ പപ്പടം റെഡി. അടുപ്പത്ത് ഒന്നും കൂടെ വേവാണ്ട് കേട്ടോ. അതിൽ ലേശം പൊരിഞ്ഞിട്ട് അതിലൊത്തിരി മുളക് പൊടി ഇട്ടിട്ടൊന്നും ഇങ്ങനെ ഇളക്കും. കുറച്ച് സുറുക്കി ഒഴിക്കും. അപ്പോൾ അതിൻ്റെ കായം കൂട്ടി വാരിയിട്ട് കോഴിയും കൂട്ടി അങ്ങ് തിന്നും. ഇത്രയേ ഉള്ളൂ. എനിക്കിവിടെ ശേഷം കറിയുണ്ട്, അത് ചൂടാക്കണം. ഇതാ മക്കളെ, നമ്മൾ അത്താഴച്ചോറ് തിന്നുന്നു. ഇതാ നമ്മളെ അയാന് തിന്നുന്നു. വല്യപ്പ തിന്നുന്നു. വല്യപ്പ ഒന്നും തിന്നൂല. വല്യപ്പക്ക് ചോറ് വേണ്ട, പത്തിരി വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ ഞാൻ. വേറെന്താ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അത്താഴച്ചോറ് തിന്നാണീറ്റ് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എപ്പോഴും മനസ്സിൽ ഓർമ്മ ഉണ്ട്. ഞങ്ങൾ എണീക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നിങ്ങളും എല്ലാവരും എൻ്റെ കുടുംബവും എണീറ്റ് എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. ആരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.